അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഓരോരുത്തരും അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ ഏത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തരുന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിക്ർ, ആ ദിക്റിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ ദിക്റിന്റെ ശ്രേഷ്ഠതയും രണ്ടും പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താം ഇൻഷാ അള്ളാഹ്. വീഡിയോ പൂർണ്ണമായും കേൾക്കുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഒരു മാഷാ അള്ളാഹ് കമൻ്റായി രേഖപ്പെടുത്തുക. ഒരുപാട് ആളുകൾ പല പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ശാരീരികമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, മാനസികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ നിരവധി പ്രയാസങ്ങൾക്ക് പരിഹാരമാകുന്ന ദിക്ർ സൂറത്തുൽ അംബിയായിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്ർ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്നു കൊണ്ട് കൂരിരുട്ടിൽ വെച്ചുകൊണ്ട് ചൊല്ലി. അങ്ങനെ അല്ലാഹു തആല ആ കൂരിരുട്ടിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ മോചിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ച ദിക്റാണിത്. മാത്രവുമല്ല, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഹദീസിലൂടെ ഈ ദിക്റിന്റെ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തരികയും മുത്തുനബി ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് പറയുകയും ചെയ്ത ഹദീസുകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഈ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അതിന് ഉത്തരം ലഭിക്കുമെന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം. ഏത് പ്രയാസങ്ങളാണെങ്കിലും, കടബാധ്യതയാണെങ്കിലും, രോഗമാണെങ്കിലും, കുടുംബപരമായിരിക്കുന്ന പ്രയാസങ്ങളാണെങ്കിലും, വീട് പണി തീരാത്ത ബുദ്ധിമുട്ടാണെങ്കിലും, വിവാഹം ശരിയാവാത്തതാണെങ്കിലും, ഇങ്ങനെ എണ്ണിയാൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ജോലി ശരിയാവാത്തത്, ബിസിനസ് പുരോഗതിയില്ലാതെ തടസ്സം നിൽക്കുന്നത്, ഇങ്ങനെ ഏത് പ്രയാസമാണെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ ദിക്ർ നാം പതിവാക്കിയാൽ മതി. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തന്നതാണ് ഈ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ, ഉത്തരം ലഭിക്കുമെന്ന് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. രോഗിയായ ഒരാൾ, ആ രോഗി 40 തവണ രോഗിയായിരിക്കെ അവൻ ചൊല്ലി, ആ രോഗത്തിൽ അവൻ മരണപ്പെട്ടാൽ അവനിക്ക് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്നും, ഇനി ആ രോഗിയായ ആള് ഈ ദിക്ർ ചൊല്ലി ആ രോഗം മാറി അവന്റെ രോഗം ശിഫയായാൽ അവന്റെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കുമെന്നും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം. ഇനി ഒരാൾക്ക് വലിയൊരു ആഗ്രഹം നേടിയെടുക്കാനുണ്ട്. അതവന്റെ രോഗം മാറലാവാം, കച്ചവടത്തിൽ പുരോഗതിയാകാം, വീട് പണി പൂർത്തിയാവലാകാം, വിവാഹം ശരിയാവലാകാം, കടം തീരലാവാം. ഇങ്ങനെ ഏത് ആഗ്രഹവും ഏത് പ്രയാസവുമാണ് അവനിക്ക് നീങ്ങേണ്ടതെങ്കിൽ അവൻ നല്ല ഒരു വുളൂ എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. സാധാരണ നിസ്കരിക്കുന്നത് പോലെ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ, സലാം വീട്ടിയ ഉടനെ ഒരു സുജൂദ് ചെയ്തിട്ട് ആ സുജൂദിൽ 40 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ചൊല്ലി എന്നിട്ടവൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. അതുകൊണ്ട് ഈ ദിക്റിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും
മുടങ്ങാതെ എല്ലാ ദിവസവും ഒരു 40 എണ്ണമെങ്കിലും ഈ ദിക്ർ ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കണം. അതിനു വേണ്ട സമയം കണ്ടെത്തണം. ആത്മാർത്ഥമായി ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ദിക്ർ പരിഹാരമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണ്. ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്യണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.